പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു. ഇന്ന് ദേവി അമ്മ ആദിപരാശക്തി എങ്ങനെയാണ് നമ്മളുടെ ഉള്ളിൽ ശക്തിയുടെ സ്രോതസ്സായി, ഉറവിടമായി, ബോധമായി, ആത്മാവായി കുടികൊള്ളുന്നു എന്നുള്ള വരികളാണ്. ആത്മാവ്, ആത്മീയത എന്ന വാക്കിന്റെ ശരിയായ പൊരുളും ഇവിടെ പറയാൻ സാധിക്കും. സുപ്ത പ്രാജ്ഞാത്മിക തുര്യ സർവാവസ്ഥ വിവർജിത. 3 തരം അവസ്ഥകളെ കുറിച്ചാണ് ഇവിടെ. അക്കത്തിൽ എണ്ണിയുള്ള അവസ്ഥയല്ല, 1, 2, 3. ഇതൊരു ഒഴുക്കാണ്, ആഴമാണ്, അമ്മയുടെ ശക്തിയാണ്. അപ്പോൾ 1, 2, 3 എന്ന അക്കത്തിലല്ല, മനസ്സിലാകാനായിട്ട് അവസ്ഥകളെ കുറിച്ച് നമ്പറിൽ, അക്കത്തിൽ പറയുന്നു. സുപ്ത, അതായത് നമ്മൾ ഡീപ് സ്ലീപ്പ് എന്ന് പറയും. നമ്മൾ ഉറങ്ങുന്നു എന്ന് നമുക്ക് പോലും അറിയാത്ത ഒരു അവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്, നമ്മൾ ഉണരുമ്പോഴേ അറിയുള്ളൂ നന്നായിട്ട് ഉറങ്ങി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡീപ് സ്ലീപ്പ്, മനസ്സില്ല, ശരീരമില്ല, ചിന്തകളില്ല, ഒന്നും തന്നെ ഇല്ലാത്ത ഒരവസ്ഥ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മറ്റൊരു കാര്യമുണ്ട്, സ്വപ്നം. ഈ സ്വപ്നവും ഇല്ലാത്തൊരവസ്ഥ എത്തിച്ചേരും. അപ്പോൾ സുപ്ത എന്നാൽ ആ സ്വപ്നം പോലും ഇല്ലാത്തൊരവസ്ഥ, ഡ്രീംലെസ് ആയിട്ടുള്ള ഡീപ് സ്ലീപ്പ്. അത് തുടർന്ന് പോകുന്നത് എവിടെയാണ്? പ്രാജ്ഞാത്മിക, അതായത് പ്രജ്ഞ, നമ്മളുടെ ബോധം, പ്യോർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ആ ബോധത്തിലേക്കായിരിക്കും എത്തിച്ചേരുന്നത്. അവിടെ ആ നിമിഷം ആത്മാവ് എന്നൊന്ന് ഉണ്ട് എന്നുള്ള ബോധം ഉണ്ടായി തുടങ്ങും, നമ്മൾ അറിയാതെ തന്നെ. അവിടെയാണ് ഈ ആത്മീയത എന്ന വാക്ക് എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കേണ്ടത്. ആ പൊരുൾ ഇവിടെയാണ്. ആദ്യം ഡീപ് സ്ലീപ്പ്, ശരീരം, മനസ്സ്, ചിന്തകൾ, സ്വപ്നം ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് അമ്മ നമ്മൾ എത്തിക്കും. ഉള്ളിലുണ്ട് ഓൾറെഡി. അത് ബോധപൂർവം ആത്മാവ് എന്നൊന്നുണ്ട് എന്ന് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ വളർന്നുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് എങ്ങോട്ടാണ് യാത്ര? തുര്യാവസ്ഥ. വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ എത്ര ശ്രമിച്ചാലും പറ്റാത്തൊരവസ്ഥകളെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ തുര്യാവസ്ഥ, പരമഹംസ രാമകൃഷ്ണൻ ഈ അവസ്ഥയിൽ എത്തിച്ചേരുന്ന അനേകം ഋഷിമാരിൽ നമ്മുടെ ഇടയിൽ ജീവിച്ച ഒരു കാളിഭക്തനാണ്. അപ്പോൾ ഇവിടെ തുര്യ എന്നാൽ അങ്ങനെയുള്ള ഒരവസ്ഥയാണ്, ബോധത്തിന്റെ ഏറ്റവും ഡീപ്പായിട്ടുള്ള അവസ്ഥ. അവിടെ ശരീരമില്ല, ആത്മാവില്ല, ചിന്തയില്ല, ഞാനില്ല, നീയില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥ. അതെന്താണ് എന്ന അനുഭവത്തിലൂടെ നമ്മൾക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആ തുര്യാവസ്ഥ സർവാവസ്ഥ വിവർജിത. ഈ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെയല്ലാതെ ഇനി എന്തൊക്കെ തരം ഭക്തിയിലൂടെ കടന്നു ചെല്ലാൻ പറ്റുന്ന അവസ്ഥകളുണ്ടോ, അങ്ങനെയുള്ള സർവ അവസ്ഥകളെയും സർവസാധ്യതകളെയും വിവർജിത. മുൻപും വിവർജിത എന്ന് പറഞ്ഞിരുന്നു. ധർമ്മത്തെയും അധർമ്മത്തെയും വിവർജിക്കുക. ഇവിടെ സർവ അവസ്ഥകളെയും വിവർജിക്കുക. അതായത് വർജിത എന്നാൽ വർജിക്കുക, വിവേകപൂർവം വർജിക്കുക. അപ്പോൾ എങ്ങനെയാണ് ബോധമില്ലെങ്കിൽ നമ്മൾക്ക് വിവേകം ഉണ്ടാവുന്നത്? അതാണ് ചോദ്യം. അവിടെ ഉത്തരം എന്നോണമാണ് അടുത്ത വരി. സൃഷ്ടികർत्री ബ്രഹ്മരൂപ ഗോപ്ത്രി ഗോവിന്ദരൂപിണി. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ദേവി അമ്മ എങ്ങനെയായിട്ട് മാറും? സൃഷ്ടിസ്വരൂപിണിയാവും. സൃഷ്ടികർत्री, സൃഷ്ടിക്കാൻ ഉതകുന്ന രീതിയിൽ അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ ഉതകുന്ന ശക്തി നമ്മളിൽ തരും. സൃഷ്ടികർत्री ബ്രഹ്മരൂപ. ആ സൃഷ്ടികർत्री ആവുമ്പോൾ ആരാണമ്മ? ബ്രഹ്മരൂപയായിട്ട് മാറും, ബ്രഹ്മസ്വരൂപമായി മാറും, ബ്രഹ്മാവായി മാറും. ആ ബ്രഹ്മാവ് എന്നാൽ നമ്മളുടെ ഉള്ളിലെ സൃഷ്ടിക്കാനുതകുന്ന സർവശക്തിയുമായി മാറും. ഗോപ്ത്രീ ഗോവിന്ദരൂപിണി. ഗോപ്ത്രീ ഗോവിന്ദരൂപിണി. ഗോവിന്ദൻ എന്നാൽ നമുക്കറിയാം നമ്മളുടെ സകല സെൻസസ്, നമ്മളുടെ ഇച്ഛകളെ, നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ നമുക്ക് തന്നിട്ടുള്ള എല്ലാ രീതിയിലുള്ള അംഗങ്ങളുമുണ്ട്. ആ അംഗങ്ങളിലൂടെ ആ സകല സുഖ സൗകര്യങ്ങളും തരുന്നതാരോ അത് ഗോവിന്ദൻ. ഗോവിന്ദൻ. നമ്മൾ ഒരു പശുവാണ് എന്ന് കരുതി ഉള്ള വാക്കും എടുക്കാം. നമ്മൾ പശുക്കളാണ്. പശു പാശം എന്ന് മഹാദേവനിൽ പറയും. അങ്ങനെയുള്ള പശുക്കളുടെ നാഥൻ ആരാണ്? ഗോവിന്ദൻ. അപ്പോൾ അങ്ങനെയുള്ള ഗോവിന്ദനായും അമ്മ ഇവിടെ മാറും. എന്തുകൊണ്ട് ഇവിടെ നാരായണൻ എന്ന് എടുത്ത് പറഞ്ഞില്ല? കാരണം സെൻസസ്, നമ്മളെല്ലാം അംഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ്. അപ്പോൾ അമ്മ ആ അംഗങ്ങളെ ഏറ്റെടുക്കും. എന്തിന്? സൃഷ്ടി ചെയ്ത് സ്ഥിതി ചെയ്യിക്കാൻ. ഈ ജീവിതത്തിൽ ഇച്ഛകൾ ഉണ്ടാവും, എന്നാൽ അമ്മ ആ ബോധമായി, ശക്തിയായി, ആത്മാവായി ഉള്ളിലുണ്ട് എന്ന്
മനസ്സിലാക്കി തരും. ആ വരികളാണ് സൂക്ത പ്രാജ്ഞാത്മിക തുര്യ സർവാവസ്ഥാ വിവർജിത സൃഷ്ടികർത്തൃ ബ്രഹ്മരൂപ ഗോപ്ത്രീ ഗോവിന്ദരൂപിണി. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.